നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം കാസർഗോഡ് ജില്ലാ ആസ്ഥാനത്ത് വിപുലമായി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ സജീവം. പരേഡിന്റെ പരിശീലനം നടന്നു. പെരിയ ഇരട്ടക്കൊലക്കേസ് വിധി പറയും മുമ്പുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ സെപ്റ്റംബർ 2 മുതൽ എറണാകുളം CBI കോടതിയിൽ. മഞ്ചേശ്വരം താലൂക്കിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ബസ് സൗകര്യമില്ല, ജനങ്ങൾ ദുരിതത്തിൽ. മധൂർ ക്ഷേത്രം ബ്രഹ്മകലശോത്സവം 2025 മാർച്ച് 27 മുതൽ ഏപ്രിൽ 7 വരെ നടക്കും. കാസർഗോഡ് നഗര പ്രാദേശിക സമിതി യോഗം നടന്നു. വയനാട് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുവാൻ ബാലഗോകുലവും. കാസർഗോഡ് മണ്ഡലത്തിലെ വിവിധ ബാലഗോകുലങ്ങൾ സ്വരൂപിച്ച 1,24,926 രൂപ സഹായനിധിയിലേക്ക് നൽകി. കാസർഗോഡ് താലൂക്ക് NSS കരയോഗ യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് സെന്റർ ദ്വിദിന വിവാഹപൂർവ്വ അവബോധന ക്ലാസ് സംഘടിപ്പിച്ചു. M. മുരളീധരൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനം കാസർഗോഡ് ജില്ലാ ആസ്ഥാനത്ത് ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ സജീവം. ആഘോഷങ്ങളുടെ ഭാഗമായ പരേഡിന്റെ റിഹേഴ്സൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു. പോലീസിന്റെയും എക്സൈസിന്റെയും NCCയുടെയും ഉൾപ്പെടെ 18ഓളം വിഭാഗങ്ങളുടെ പ്ലാറ്റൂണുകൾ അണിനിരന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്കായുള്ള തയ്യാറെടുപ്പിന് കാസർഗോഡ് ജില്ലാ ആസ്ഥാനത്ത് തുടക്കമായി. ആഘോഷങ്ങളുടെ ഭാഗമായ പരേഡിന്റെ റിഹേഴ്സൽ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു. വേഷവിധാനങ്ങളോടെയുള്ള പരിശീലനമാണ് നടന്നത്. പോലീസിന്റെയും എക്സൈസിന്റെയും NCCയുടെയും ഉൾപ്പെടെ 18ഓളം വിഭാഗങ്ങളുടെ പ്ലറ്റൂണുകൾ പരിശീലനത്തിൽ അണിനിരന്നു. NSS സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗവും പരേഡിൽ അണിനിരന്നു. പരേഡ് കമാൻഡന്റ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നളിനാക്ഷൻ നേതൃത്വം നൽകി. रियल फ्रेक्वेंसी और स्पीड में പരിശീലനം ലഭിച്ച പ്ലറ്റൂണുകൾ 15-ന് നടക്കുന്ന പരേഡിന്റെ ഭാഗമാകും. വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. AR ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് പരേഡ് നിയന്ത്രിക്കും. ജില്ലാ സായുധ പോലീസ്, ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ പ്ലറ്റൂണുകൾ, വിവിധ സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, NCC, ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിലെ സീനിയർ ഡിവിഷൻ NCC, ജവഹർ നവോദയ വിദ്യാലയ, പെരിയ ബാൻഡ് സെറ്റ്, ജില്ലാ യുവജന കേന്ദ്രം കാസർഗോഡ്, ടീം കേരള എന്നീ പ്ലറ്റൂണുകളാണ് പരേഡിൽ അണിനിരക്കുക. ജില്ലാ ആസ്ഥാനത്ത് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന പരേഡ് വീക്ഷിക്കാൻ ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാർ തുടങ്ങിയവർ എത്തിച്ചേരണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി പറയും മുമ്പുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ സെപ്റ്റംബർ 2 മുതൽ എറണാകുളം CBI കോടതിയിൽ നടക്കും. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി ജഡ്ജ് ശേഷാദ്രിനാഥാണ് പുതിയ തീയതി പ്രഖ്യാപിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന ജഡ്ജ് സ്ഥലം മാറിപ്പോയതിനെ തുടർന്നാണ് പുതിയ ജഡ്ജിന്റെ ബെഞ്ചിലേക്ക് കേസ് മാറിയത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി പറയും മുൻപുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ സെപ്റ്റംബർ 2 മുതൽ എറണാകുളം CBI കോടതിയിൽ നടക്കും. തിങ്കളാഴ്ച കേസ് പരിഗണിച്ച കോടതി ജഡ്ജ് ശേഷാദ്രിനാഥാണ് പുതിയ തീയതി പ്രഖ്യാപിച്ചത്. നേരത്തെയുണ്ടായിരുന്ന ജഡ്ജ് സ്ഥലം മാറിപ്പോയതിനെ തുടർന്നാണ് പുതിയ ജഡ്ജിന്റെ ബെഞ്ചിലേക്ക് കേസ് മാറിയത്. 2019 ഫെബ്രുവരി 17 രാത്രിയാണ് കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാൽ, കൃപേഷ് എന്നിവർ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങളിൽ പിന്തുടർന്നെത്തിയ അക്രമികൾ വെട്ടിക്കൊന്നത്. കേസിൽ 24 പ്രതികളാണുള്ളത്. കേസിന്റെ സാക്ഷി വിസ്താരം എറണാകുളം CBI കോടതിയിൽ 1 വർഷത്തിലേറെയായി നടന്നുവരികയായിരുന്നു. സാക്ഷി വിസ്താരം പൂർത്തിയായതിനെ തുടർന്നാണ് പ്രതികളുടെ ചോദ്യം ചെയ്യൽ. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് 14 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു.
പിന്നീട് ശരത് ലാൽ, കൃപേഷ് എന്നിവരുടെ മാതാപിതാക്കൾ നടത്തിയ നിയമ പോരാട്ടത്തെ തുടർന്ന് കേസ് അന്വേഷണം സുപ്രീം കോടതി CBIക്ക് കൈമാറുകയായിരുന്നു. CBI തിരുവനന്തപുരം യൂണിറ്റ് DYSPയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 10 പേരെ കൂടി പ്രതി ചേർക്കുകയും 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 16 പ്രതികൾ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 2019 ഫെബ്രുവരി 21 അറസ്റ്റ് ചെയ്ത 11 പ്രതികൾ വർഷങ്ങളായി തടങ്കലിലാണ്. പെരിയ കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യം മൂലമെന്നാണ് CBI കുറ്റപത്രത്തിൽ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ വലിയ പറമ്പിലൂടെയുള്ള അലൈൻമെന്റ് അന്തിമമാക്കുന്നതിന്റെ ഭാഗമായി ഐഡക് കൺസൾട്ടൻസി ഉദ്യോഗസ്ഥരും കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാറും ഉൾപ്പെടെ 5-ാം വാർഡിൽ സ്ഥലപരിശോധന നടത്തി. പാത കടലോരത്തുകൂടി വന്നാൽ മത്സ്യത്തൊഴിലാളികളുടേതുൾപ്പെടെ 40-ൽ പരം വീടുകളും 3 ആരാധനാലയങ്ങളും സംരക്ഷിക്കാനാവുമെന്ന നിർദ്ദേശം അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻ അതിരിലുള്ള 4-ാം വാർഡിൽ നിന്നും 5-ാം വാർഡിന്റെ കടലോരത്ത് കൂടി നിർദ്ദിഷ്ട തീരദേശ ഹൈവേ അലൈൻമെന്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ഐഡക് കൺസൾട്ടൻസി പ്രൊജക്ട് മാനേജർ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒബ്ലു റെഡ്ഡിയുടെയും കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാർ PC അമ്പിളിയുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലപരിശോധന നടത്തിയത്. 5-ാം വാർഡിലെ തൃക്കരിപ്പൂർ കടപ്പുറം, കന്നുവീട് കടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലെ പാത കടന്നു പോകുന്ന വീടുകളും സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പരിസരങ്ങളും സംഘം സംയുക്തമായി പരിശോധിച്ചു. റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ജയദീപ്, പ്രൊജക്ട് എഞ്ചിനീയർ RS ആര്യരാജ്, ഐഡക് കൺസൾട്ടൻസി പ്രൊജക്ട് മാനേജർ ഒബ്ലു റെഡ്ഡി, കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാർ PC അമ്പിളി, കിഫ്ബി സർവേയർ MK ചന്ദ്രൻ, ജൂനിയർ സൂപ്രണ്ടുമാരായ TS അനിൽകുമാർ, അബ്ദുൾ റഷീദ് എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് സ്ഥലപരിശോധനയ്ക്ക് എത്തിയത്. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം C ദേവരാജൻ, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV ഗംഗാധരൻ, KP ബാലൻ, V ഹരിദാസ്, KP സതീശൻ ഉൾപ്പെടെയുള്ളവർ പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം താലൂക്കിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ബസ് സൗകര്യമില്ലാത്തത് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു. നിലവിൽ മഞ്ചേശ്വരം താലൂക്കിൽപ്പെട്ട കുമ്പള പഞ്ചായത്തിൽ ഗ്രാമവണ്ടി സർവീസ് നടത്തുന്നുണ്ട്. ഇതേ മാതൃക മഞ്ചേശ്വരത്തെ ഉൾപ്രദേശങ്ങളിലേക്ക് കൂടി നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മഞ്ചേശ്വരം, വൊർക്കാടി, പൈവളികെ, മീഞ്ചെ, പുത്തികെ പഞ്ചായത്തുകളിലെ ഉൾനാടുകളിലെ വിദ്യാർത്ഥികളും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവരുമാണ് ബസ്സില്ലാത്തതിൻ്റെ ദുരിതം കൂടുതലായി അനുഭവിക്കുന്നത്. നല്ല റോഡുണ്ടായിട്ടും ബക്രബയൽ, പാത്തൂർ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലേക്കും ബസ് സർവീസ് ഇല്ലാത്ത അവസ്ഥയാണ്. BC റോഡ്, ബക്രബയൽ, വൊർക്കാടി, ഹൊസങ്കടി വഴി കാസർഗോഡ് ബസ് റൂട്ടുണ്ടെങ്കിലും ഇതുവഴി ബസ്സുകൾ ഓടുന്നില്ല. കർണാടക KSRTCയുടെ ഏക ബസ് കടന്നുപോകുന്നത് കാസർഗോഡ് BC റോഡ് മുടിപ്പു വഴി തൊക്കോട്ട് പാതയിലൂടെയാണ്. അതിനാൽ അതിർത്തി പഞ്ചായത്തുകളിലെ യാത്രക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്നുമില്ല. മലയോര ഹൈവേയുടെ ഭാഗമായ നന്താരപ്പദവ് സുങ്കതകട്ട റോഡ് പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റോഡാണെങ്കിലും ഇതുവരെ ബസ് സൗകര്യമായിട്ടില്ല. ഈ റൂട്ടിൽ 2 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ അവ മുറുകോളിയിൽ നിന്നും തിരിഞ്ഞ് ആനക്കല്ല്, തവിടുകോളി ഭാഗത്തേക്കാണ് പോകുന്നത്. നന്താരപ്പദവ് സുങ്കതകട്ട കാസർഗോഡ് റൂട്ടിൽ KSRTC ബസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും സംഘടനകളും കേരളം, കർണാടക ഗതാഗത വകുപ്പ് മന്ത്രിമാർക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ കേരള, കർണാടക റോഡുകളുടെ ലിസ്റ്റിൽ ഈ റോഡ് ഉൾപ്പെട്ടിട്ടില്ലെന്നും അതുകൊണ്ടാണ് ബസ് അനുവദിക്കാത്തതെന്നും കർണാടക ഗതാഗത വകുപ്പ് ഇവരെ അറിയിച്ചിരുന്നു. കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമാകട്ടെ തുടർ നടപടികൾ ഉണ്ടായതുമില്ല. മലയോര ഹൈവേയുടെ ഭാഗമായ പൈവളികെ, ചേവാർ, പെർമുദ റൂട്ടിലും ബസ്സില്ലാത്തത് വലിയ പ്രയാസമുണ്ടാക്കുന്നു. ചേവാറിലും പരിസരങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഒന്നുകിൽ പൈവളിക വഴി ഉപ്പളയിലോ അല്ലെങ്കിൽ പെർമുദ വഴി ബന്ദിയോടോ എത്തിയോ വേണം കാസർഗോഡ്, ഉപ്പള, മഞ്ചേശ്വരം, മംഗളൂരു ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ. മീഞ്ച പഞ്ചായത്തിലെ മിയാപ്പദവ്, ബായിക്കട്ട, പൈവളികെ പഞ്ചായത്തിലെ കല്ലികെ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നല്ല റോഡുണ്ടെങ്കിലും പക്ഷേ ബസ് സൗകര്യമില്ല. വിദ്യാനഗർ വഴി പെർമുദെ, ധർമ്മത്തടുക്കയിലേക്ക് മുൻപ് KSRTC ബസ് സർവീസ് നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതും നിർത്തലാക്കി. ഉൾപ്രദേശത്ത് ബസ് സൗകര്യം ലഭ്യമാക്കുവാൻ അധികൃതർ ഇടപെടണമെന്നാണ് ഇവിടെയുള്ളവരുടെ ആവശ്യം. നമ്മളെ ഉൾപ്രദേശത്തൊക്കെയല്ലേ മെയിനായിട്ട് വേണ്ടിയത് ബസ്സും സൗകര്യമല്ലോ. ഹൈവേ റോഡിലാകുമ്പോൾ ആൾക്കാരുടെ അടുത്ത് ഓരോരാളുടെ അടുത്തും വണ്ടി ഉണ്ടാവും സ്വന്തമായിട്ട്. അപ്പോൾ ഉൾപ്രദേശം ചെല്ലുമ്പോൾ നമ്മളെ മഞ്ചേശ്വരം ഉള്ളിൽ പോകുന്നത് അവിടെ എല്ലാ സർക്കാർ, അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം ഉള്ള സ്ഥലം. ആ ഭാഗത്തേക്ക് അത്യാവശ്യമായിട്ട് ബസ്സൊക്കെ വേണം. ബസ് 1 മണിക്കൂർ 2 മണിക്കൂർ കാത്തുമുച്ചുന്ന സമയത്ത് ബസ്സില്ല. അതുപോലെ മച്ചമ്പാടി, പാവൂർ, അതേപോലെ പാവൂർ നിന്ന് മീത്തേക്ക് നമ്മളെ കോളിയൂർ പോകുന്ന ആ ഭാഗത്ത് ബസ്സില്ല. ആ ഭാഗത്ത് ആൾക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്.
നിലവിൽ മഞ്ചേശ്വരം താലൂക്കിൽപ്പെട്ട കുമ്പള പഞ്ചായത്തിൽ ഗ്രാമവണ്ടി സർവീസ് നടത്തുന്നുണ്ട്. ഇതേ മാതൃക ഉൾപ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം ബ്രഹ്മകലശോത്സവം 2025 മാർച്ച് 27 മുതൽ ഏപ്രിൽ 7 വരെ നടക്കും. ബ്രഹ്മകലശോത്സവത്തിന്റെ നടത്തിപ്പിനായുള്ള കാസർഗോഡ് നഗര പ്രാദേശിക സമിതി യോഗം മല്ലികാർജുന ക്ഷേത്രത്തിൽ നടന്നു. പ്രസിദ്ധ ക്ഷേത്രമായ മധൂർ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രം ബ്രഹ്മകലശോത്സവം 2025 മാർച്ച് 27 മുതൽ ഏപ്രിൽ 7 വരെ നടക്കും. ബ്രഹ്മകലശോത്സവത്തിന്റെ നടത്തിപ്പിനായുള്ള പ്രാദേശിക സമിതികൾ രൂപീകരിച്ചു വരികയാണ്. കാസർഗോഡ് നഗര പ്രാദേശിക സമിതി യോഗം മല്ലികാർജുന ക്ഷേത്രത്തിൽ നടന്നു. ബ്രഹ്മകലശോത്സവ സമിതി ജനറൽ സെക്രട്ടറി ജയദേവ ഖണ്ഡികെ അധ്യക്ഷത വഹിച്ചു. നവീകരണ സമിതി സീനിയർ മെമ്പർ അഡ്വക്കേറ്റ് IV ഭട്ട്, എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ്, ഫിനാൻസ് സമിതി കൺവീനർ K സുരേഷ്, മല്ലികാർജുന ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ എന്നിവർ സംബന്ധിച്ചു. കാസർഗോഡ് നഗരസഭയിലെ സമിതി രൂപീകരിച്ചു. ഹോണറബിൾ പ്രസിഡന്റുമാരായി ഡോക്ടർ അനന്ത കാമത്ത്, IV ഭട്ട്, അഡ്വക്കേറ്റ് നാരായണ ഭട്ട് എന്നിവരെയും പ്രസിഡന്റായി അമയ് ബാലകൃഷ്ണ നായിക്, വർക്കിംഗ് പ്രസിഡന്റായി കൃഷ്ണപ്രസാദ് കോട്ടക്കണി, ജനറൽ സെക്രട്ടറിയായി ഗുരുപ്രസാദ് കോട്ടക്കണി എന്നിവരെയും തിരഞ്ഞെടുത്തു. ദേവദാസ് നുള്ളിപ്പാടി വിഷയാവതരണം നടത്തി. കൃഷ്ണപ്രസാദ് സ്വാഗതവും ഗിരീഷ് നന്ദിയും പറഞ്ഞു. ജഗദീഷ് കുഡ്ലു പരിപാടി നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാട് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുവാൻ സഹായഹസ്തവുമായി ബാലഗോകുലവും. കാസർഗോഡ് മണ്ഡലത്തിലെ വിവിധ ബാലഗോകുലങ്ങൾ സ്വരൂപിച്ച 1,24,926 രൂപ സഹായനിധിയിലേക്ക് നൽകി. വയനാടിൻ്റെ അതിജീവനത്തിനുള്ള പ്രവർത്തനങ്ങളിൽ സ്നേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി ബാലഗോകുലത്തിൻ്റെ നന്മ. കാസർഗോഡ് മണ്ഡലത്തിലെ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച 1,24,926 രൂപ സേവാഭാരതി സഹായനിധിയിലേക്ക് കൈമാറി. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് ദിനേശ് MP-ക്കാണ് തുകയുടെ ചെക്ക് കൈമാറിയത്. രാഷ്ട്ര നിർമ്മാണത്തിൽ കുട്ടികൾക്ക് ഭാവിയിൽ ഉണ്ടാകേണ്ട ഉത്തരവാദിത്വം ഒന്നുകൂടി അവർ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വീക്ഷണത്തോടു കൂടി ആയിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിൻ്റെ അന്തസത്ത അത് തന്നെയാണ്. നമ്മൾ ഭാരതത്തിന് മാത്രമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപകടം വരുമ്പോൾ നമ്മൾ ഒന്നും നോക്കാറില്ല. അതിൽ ജാതിയോ മതമോ മറ്റു രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ സേവാഭാരതം അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടി പ്രവർത്തനം നടത്താറുണ്ട്. അത് ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതേപോലെ ഈ കുട്ടികളുടെ മനസ്സിലും സേവനം എന്നുള്ളത് ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ഭാരതത്തിൻ്റെ സംസ്കാരം എന്നും ഉയർത്തി നിർത്തിക്കൊണ്ട് നല്ല ഒരു പൗരന്മാരായി ഉയർത്താനുള്ള ഒരു ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ ജയറാം ഷെട്ടി മുഖ്യാതിഥിയായിരുന്നു. കാസർഗോഡ് ജില്ലാ ഉപാധ്യക്ഷൻ നാരായൺ മാസ്റ്റർ സംസാരിച്ചു. താലൂക്ക് കാര്യദർശി മോഹനൻ ബാരിക്കാട് സ്വാഗതവും ദേവദാസ് നുള്ളിപ്പാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സൈക്കിൾ വാങ്ങിക്കാൻ സ്വരൂപിച്ചു വെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വിദ്യാർത്ഥിനിയുടെ മാതൃക. പുത്തൂർ ഉജിരേക്കര ഗവൺമെന്റ് UP സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രീബാല സുരേഷാണ് നാടിന് മാതൃകയായത്. സൈക്കിൾ വാങ്ങിക്കാൻ സ്വരൂപിച്ചു വെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് നൽകി 3ാം ക്ലാസ് വിദ്യാർത്ഥിനി മാതൃകയായി. മൊഗ്രാൽ പുത്തൂർ ഉജിരേക്കേരെ ഗവൺമെന്റ് UP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചൌക്കി മജലിൽ താമസിക്കുന്ന B സുരേഷിന്റെ മകളുമായ ശ്രീബാല സുരേഷാണ് സൈക്കിൾ വാങ്ങിക്കാൻ സ്വരൂപിച്ച പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. അപ്പോൾ അവൾക്ക് ഒരു സൈക്കിൾ വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് കാലമായിട്ട് സ്വരൂപിച്ച കുറച്ച് പണം അത് എൻ്റെ മോൾ തന്നെ പറയുകയുണ്ടായി. ഇത് അച്ഛൻ ഞങ്ങൾക്ക് ഇങ്ങനെ ദുരന്തം ബാധിച്ചവർക്ക്, വയനാട് ദുരന്തം ബാധിച്ചവർക്ക് കൊടുക്കാം, അതിൽ സന്തോഷമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളൊരാഗ്രഹം അത് സഫലമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നുമില്ലാതായവർക്ക് നമ്മളെല്ലാം ആവുന്നത് ഒരു സഹായം അത്രേ കരുതിയുള്ളൂ. അത് സഫലമാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ പറ്റിയതിലും അതിയായ സന്തോഷമുണ്ട്. വിദ്യാനഗർ നാഷണൽ ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലകനും ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമാണ് സുരേഷ്. CITU ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണന് ശ്രീബാല തുക കൈമാറി. സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ കുട്ടി തന്നെ പറയുകയാണ്, സ്വയം മനസ്സാലെ സന്തോഷത്തോടു കൂടി പറയുകയാണ്, എനിക്കിപ്പോൾ സൈക്കിളല്ല പ്രധാനം, ആ വയനാട് ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന എന്നെപ്പോലെ ഉള്ള ചെറിയ കുട്ടികൾ, എത്രയോ കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട്, ആ കുട്ടികൾക്ക് ഒരു ചെറിയൊരു സഹായം
ആവുമെങ്കിൽ ഞാൻ എൻ്റെ സൈക്കിൾ എന്ന ആഗ്രഹം തൽക്കാലം മാറ്റിവെക്കുകയാണ്. എനിക്ക് വേണ്ട ഞാൻ സ്വരൂപിച്ച മുഴുവൻ തുകയും ഞാൻ ആ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അത് ഏൽപ്പിക്കാനാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU യൂണിയൻ സെക്രട്ടറി HG ഗുരുപ്രസാദ്, ജില്ലാ ട്രഷറർ RR മനോഹരൻ, PV ശ്രീജിത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സന്തോഷ് നഗറിലെ DKH കിയ മോട്ടോഴ്സിലെ ഓണം പ്രമാണിച്ചുള്ള വമ്പിച്ച ഓഫറുകളാണ് കാസർഗോഡിന്റെ ഏറ്റവും പുതിയ വിശേഷം. പ്രവർത്തനം ആരംഭിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ മികച്ച ഡീലർഷിപ്പുകളിൽ ഒന്നായി സ്ഥാനം നേടിക്കഴിഞ്ഞ DKH കിയ മോട്ടോഴ്സിൽ വിലക്കുറവിന്റെയും ഓഫറുകളുടെയും പെരുമഴയാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൂവിളിയുമായി എത്തുന്ന ഓണത്തെ വരവേൽക്കാൻ കാസർഗോഡ് സന്തോഷ് നഗറിൽ പ്രവർത്തനം ആരംഭിച്ച കിയ ഷോറൂമും ഒരുങ്ങിക്കഴിഞ്ഞു. വാഹനപ്രേമികളെ അത്ഭുതപ്പെടുത്തുന്ന വമ്പിച്ച ഓഫറുകളാണ് ഓണം പ്രമാണിച്ച് DKH കിയ മോട്ടോഴ്സിൽ ഒരുക്കിയിരിക്കുന്നത്. 2024 മെയ് മാസത്തിലാണ് കിയ ഷോറൂം ആരംഭിച്ച് 4 മാസത്തിനുള്ളിൽ തന്നെ ഉപഭോക്താക്കളുടെ മികച്ച അഭിപ്രായം നേടിയാണ് ഷോറൂമിന്റെ പ്രവർത്തനം. കാസർഗോട്ടെ ഏറ്റവും മികച്ച ഉപഭോക്തൃ സൗഹൃദ വാഹന ഷോറൂം എന്ന പെരുമയും DKH കിയ മോട്ടോഴ്സിന് സ്വന്തമാണ്. ഓണത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളും ഡിസ്കൗണ്ടും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ചലഞ്ചിലൂടെ ഒട്ടനവധി സമ്മാനങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഷിജിന KCN ന്യൂസിനോട് പറഞ്ഞു. കിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മാസത്തോളമായി. മെയ് മന്തിലാണ് കിയ സ്റ്റാർട്ട് ചെയ്തത്. കസ്റ്റമറുടെ പ്രതികരണം നല്ലൊരു പ്രതികരണമാണ്. ഡെലിവറി പോയ കസ്റ്റമറൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് സെൽട്ടോസിൻ്റെ തിരഞ്ഞെടുക്കപ്പെടുന്ന മോഡലുകൾക്ക് 2,50,000 രൂപ വരെ ഡിസ്കൗണ്ട്, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ ഉറപ്പായ സമ്മാനങ്ങളും ബമ്പർ പ്രൈസും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 5 വർഷത്തെ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയും 3 വർഷം വരെ റോഡ് അസിസ്റ്റൻസും നൽകുന്നുണ്ട്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ DKH കിയ മോട്ടോഴ്സിന് ഇന്ത്യയിലെ മികച്ച ഡീലർഷിപ്പുകളിലൊന്നായി സ്ഥാനം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണ സംതൃപ്തിയേകുന്ന പർച്ചേസ് അനുഭവമാണ് ഈ ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മലബാറിലെ ഏക കിയ ഡീലർ എന്ന പ്രത്യേകതയും DKH മോട്ടോഴ്സിന് സ്വന്തമാണ്. ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ വാഹനം വാങ്ങുന്നതിനായി തിരഞ്ഞെടുക്കുന്ന DKH മോട്ടോഴ്സ് കസ്റ്റമർ സർവീസിലും മുൻപന്തിയിലാണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ സർവീസ് സെന്റർ DKH മോട്ടോഴ്സിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. കാലഘട്ടത്തിനനുസരിച്ച് ഉപഭോക്താക്കളുടെ താൽപ്പര്യത്തിനനുസരിച്ചും മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തികച്ചും നവീനമായ രീതിയിൽ മുന്നേറുന്നതിനാൽ DKH മോട്ടോഴ്സ് ഇന്ന് വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. DKH കിയ കാസർഗോഡ് ഷോറൂമിൻ്റെ പുതിയ വിശേഷങ്ങളും ഡിസ്കൗണ്ടും ഓഫേഴ്സും എല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. എല്ലാ കസ്റ്റമേഴ്സും ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ അമി, KCN ന്യൂസ്, കാസർഗോഡ്. 7.5 പതിറ്റാണ്ട് പിന്നിട്ട വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ സ്മരണികയുടെ മികവും ചരിത്ര പശ്ചാത്തലവും പങ്കുവച്ച് തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിലെ ആദ്യകാല വിദ്യാർത്ഥികളും നാട്ടുകാരും. നാടിന്റെ നഷ്ടപ്പെടുന്ന ഓർമ്മകൾ തിരികെ എത്തിച്ചതിന്റെ സന്തോഷം ചർച്ച വേറിട്ടതാക്കി. പഴയ വിദ്യാലയാനുഭവങ്ങൾ പകർന്നേകിയ സ്മരണികയെക്കുറിച്ച് പറയാൻ ഒരു വട്ടം കൂടി വിദ്യാലയ തിരുമുറ്റത്ത് അവർ ഒത്തുകൂടുകയായിരുന്നു. തങ്ങളുടെ ഓർമ്മകൾക്കും രചനകൾക്കും അക്ഷരസാക്ഷ്യം പകർന്നതിൻ്റെ ആഹ്ലാദം പങ്കെടുത്തവരിലെല്ലാം ഉണ്ടായി. മൈത്താണി ഗവൺമെന്റ് LP സ്കൂൾ 78ാമത് വാർഷികാഘോഷ ഭാഗമായാണ് നെല്ലിമരച്ചോടും തേനീച്ചക്കൂടും എന്ന സ്മരണിക പുറത്തിറക്കിയത്. സ്മരണിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്മരണിക ചർച്ച ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. സ്മരണിക തയ്യാറാക്കുന്നതോടുകൂടി അവിടെ ആ പ്രവർത്തനം അവസാനിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെയാണ് അതിനൊക്കെ വ്യതിരിക്തമായതുകൊണ്ട് ഒരു സ്മരണിക തയ്യാറാക്കുകയും ആ സ്മരണികയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടന്നുകൊണ്ട് വിദ്യാലയത്തെയും ദേശത്തെയും കൂടുതൽ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. VV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KV കാർത്തിയായനി, പ്രധാനാധ്യാപിക P സൗജത്, സ്മരണിക എഡിറ്റർ AV സന്തോഷ് കുമാർ, പ്രസ് ഫോറം പ്രസിഡന്റ് ഉർമീസ് തൃക്കരിപ്പൂർ, PTA പ്രസിഡന്റ് K പ്രഭേഷ് കുമാർ എന്നിവർ സംസാരിച്ചു.
മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി കരുണാകരൻ മോഡറേറ്ററായിരുന്നു. രാജേഷ് കടന്നപ്പള്ളി സ്മരണിക പരിചയപ്പെടുത്തി. സ്മരണിക കമ്മിറ്റി കൺവീനർ കെ സുകുമാരൻ മാസ്റ്റർ, കെ ഷീജ, പി മുരളീധരൻ, കെ വി ശ്രീധരനാരായണൻ, പി കുഞ്ഞമ്പു, എം വി വിജയൻ മാസ്റ്റർ, കൃഷ്ണൻ മാസ്റ്റർ, ഡോക്ടർ ജയരാജ്, കെ രാജൻ, കെ രതീഷ്, കെ വി നാരായണൻ, പി കുഞ്ഞമ്പു, വി വി സുരേഷൻ, വി എം മധുസൂദനൻ, വരുൺ ഗോപി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് താലൂക്ക് NSS കരയോഗ യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ദ്വിദിന വിവാഹപൂർവ്വ അവബോധന ക്ലാസ് സംഘടിപ്പിച്ചു. NSS കരയോഗ മന്ദിരത്തിൽ വെച്ച് നടന്ന ക്ലാസ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ M മുരളീധരൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് താലൂക്ക് NSS കരയോഗ യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ദ്വിദിന വിവാഹപൂർവ്വ അവബോധന ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് NSS കരയോഗ മന്ദിരത്തിൽ ശനി ഞായർ ദിവസങ്ങളിലായി നടന്ന പരിപാടി കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ M മുരളീധരൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. 1990 ശേഷം പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് ഈ സമൂഹമായിട്ടുള്ള ജീവിതത്തിന് പകരം ന്യൂക്ലിയർ ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, 2 മക്കൾ എന്നുള്ള, അല്ലെങ്കിൽ ഒന്നാണെങ്കിൽ ഒന്ന് എന്നുള്ള രീതിയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല, പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാതെ തീരുമാനിക്കുന്നു. അതുമാതിരി തന്നെ ഒരുപാട് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കലയിക്കുന്നു. അച്ഛനും മക്കളും തമ്മിൽ ബന്ധമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമില്ല. ഇങ്ങനെയുള്ളൊരു അവരവരുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് അവരുടേതായിട്ടുള്ള ലോകത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ വി പ്രഭാകരൻ, പി ഗോപാലൻ മാസ്റ്റർ കുറ്റിക്കോൽ, പി സുജാത, ഡോക്ടർ വിനീത നമ്പ്യാർ, അഡ്വക്കേറ്റ് പി ശ്യാമളാദേവി, അനൂപ് കുമാർ, A ശങ്കരൻ നായർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുത്തു. യൂണിയൻ സെക്രട്ടറി E അരവിന്ദാക്ഷൻ സ്വാഗതവും NSS കാസർഗോഡ് താലൂക്ക് വനിതാ വിഭാഗം പ്രസിഡന്റ് സ്മിത ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സമാപന ചടങ്ങിൽ അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. NREG വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. അശാസ്ത്രീയമായ NMMSഉം ജിയോ ഫാൻസിംഗും ഒഴിവാക്കുക, തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ കഠിന പ്രവൃത്തികൾ ഒഴിവാക്കുക, 600 രൂപയായി ദിവസവേതനം ഉയർത്തുക, 200 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുക, ജോലി സമയം രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെ നിജപ്പെടുത്തുക, തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് NREG വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ അജാനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് M ഗൗരി ഉദ്ഘാടനം ചെയ്തു. 2005 ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന സമയത്ത് പാർലമെന്റിൽ പാസാക്കിയ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ ഇന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്നത്. അങ്ങനെ പണിയെടുത്ത് വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഈ 50 കോടിയോളം ജനങ്ങൾക്ക് ആവശ്യമായ പണം ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് മാറ്റിവെക്കണം 100 ദിവസമെങ്കിലും. അതിന്റെ നിയമത്തിൽ ഒരുപാട് നിയമമുണ്ട്. ആ നിയമത്തിൽ പറയുന്നത് ഒരു തൊഴിലാളികൾക്ക്, ഒരു കുടുംബത്തിന് 100 ദിവസമെങ്കിലും ജോലി നൽകണം. ആ 100 ദിവസം ജോലി നൽകണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ 50 കോടിയിലധികം വരുന്ന തൊഴിലാളികളെ ശരാശരി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് ഒരു 1,30,000 കോടി ഉറുപ്പിക, 1,30,000 കോടി ഉറുപ്പികയാണ് ഒരു വർഷത്തിൽ വേണ്ടത്. യൂണിയൻ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ചെറാക്കൂട്ട് കുഞ്ഞിക്കണ്ണൻ, സേതു കുന്നുമ്മൽ, KV ജയപാലൻ, ഏരിയ പ്രസിഡന്റ് രാമചന്ദ്രൻ, കാഞ്ഞങ്ങാട് പഞ്ചായത്ത് ചെയർപേഴ്സൺ M മീന, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C സാവിത്രി, സുനിൽ അജാനൂർ എന്നിവർ സംസാരിച്ചു. യൂണിയൻ അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി MG പുഷ്പ സ്വാഗതം പറഞ്ഞു. പോസ്റ്റ് ഓഫീസ് ധർണയ്ക്ക് മുൻപായി വെള്ളിക്കൂത്ത് ടൗണിൽ നിന്നും തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്ന് മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വയനാടിനായി ആശ്വാസയാത്ര നടത്തി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU. കാഞ്ഞങ്ങാട് ഏരിയയിലെ അജാനൂർ, കാഞ്ഞങ്ങാട്, പുല്ലൂർ പെരിയ ഡിവിഷനിലെ തൊഴിലാളികൾ നടത്തിയ ആശ്വാസയാത്രയിലൂടെ ലഭിച്ച വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി.
വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട ദുരിതബാധിതരെ സഹായിക്കാൻ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തലപ്പാടി മുതൽ ജില്ലാ അതിർത്തിയായ തൃക്കരിപ്പൂർ വരെയുള്ള ആയിരക്കണക്കിന് CITU ഓട്ടോ തൊഴിലാളികളാണ് ഈ ഉദ്യമത്തിൽ പങ്കെടുത്തത്. കാഞ്ഞങ്ങാട് ഏരിയയിലെ അജാനൂർ, കാഞ്ഞങ്ങാട്, പുല്ലൂർപ്പെരിയ എന്നീ ഡിവിഷനിലെ തൊഴിലാളികൾ നടത്തിയ ആശ്വാസയാത്രയിൽ കിട്ടിയ ഒരു ദിവസത്തെ വേതനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. കാഞ്ഞങ്ങാട് ഹൈമ സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് M. പൊക്ലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ തുക ഏറ്റുവാങ്ങി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മുടെ ജില്ലയിലെ മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂരിലെ ഉളവറ വരെയുള്ള പ്രദേശങ്ങളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കഴിഞ്ഞ 30-ാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും വയനാട് ജില്ലയിലെ 1-2 പഞ്ചായത്തുകൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങളെയും അതുപോലെ തന്നെ ആ പ്രദേശത്ത് ഉണ്ടായ സ്കൂളുകൾ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കോടികൾ വില വരുന്ന സാധന സാമഗ്രികൾ ഉൾപ്പെടെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റി അംഗം UK പവിത്രൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ രാഘവൻ പഴത്തിങ്കാൽ, സുനിൽകുമാർ വേലാശ്വരം, സരസൻ പെരളം, രാജൻ അമ്പലത്തറ, PR രാജു, രാജീവൻ കണ്ണിക്കുളങ്ങര, പ്രമോദ് മണലിൽ, ഷാഹുൽ ഹമീദ്, BK നാരായണൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി CH കുഞ്ഞമ്പു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നവംബറിൽ നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നവംബർ 25-26 തീയതികളിൽ ചുള്ളിക്കര മേരി മാതാ ഓഡിറ്റോറിയത്തിൽ നടക്കും. സ്വാഗത സംഘം രൂപീകരണ യോഗം പനത്തടി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് K. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മണി TV നീലേശ്വരം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പുരുഷോത്തമൻ, കൃഷ്ണൻ കൊട്ടോടി, വിദ്യാധരൻ C, വേണുഗോപാലൻ ഉദയപുരം, കുമാരൻ തച്ചങ്ങാട് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് വിളംബര ജാഥ, വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണം, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഉൽപ്പന്ന പ്രദർശനം, അനുമോദനം, സാമ്പത്തിക സഹായം, പ്രകടനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. സ്വാഗത സംഘം ഭാരവാഹികളായി മണി TV നീലേശ്വരം ചെയർമാനായും കൃഷ്ണൻ കൊട്ടോടി ജനറൽ കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ടു. 101 അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകത്വ ശേഷി വികസന പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിലൂടെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിലൂടെ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. വയനാട്ടിലെ കുടുംബങ്ങൾക്ക് കരുതലാവാനും കുട്ടികളിലെയും അമ്മമാരിലെയും സംരംഭകത്വ ശേഷിയെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകത്വ ശേഷി വികസന പരിപാടി സംഘടിപ്പിച്ചത്. സ്വദേശ് പ്രസ്ഥാനത്തിന്റെ പരിശീലകനായ സത്യനാരായണൻ KK പരിപാടിക്ക് നേതൃത്വം നൽകി. സംരംഭകത്വത്തിന്റെ ആവശ്യകത, സ്വയം ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ പ്രാധാന്യം എന്നിവ വിശദീകരിച്ചു. തുടർന്ന് ഹാൻഡ് വാഷ്, ടോയ്ലറ്റ് ക്ലീനർ, കളർ ഫിനോയിൽ, ക്ലോത്ത് വാഷ്, ലിക്വിഡ് ഡിഷ് വാഷ് എന്നിവ നിർമ്മിച്ചു. ഏകദേശം 25,000 രൂപ വിറ്റുവരവ് പ്രതീക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ക്യാമ്പിലൂടെ നിർമ്മിച്ചത്. ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിലൂടെ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മദർ PTA പ്രസിഡന്റ് ധന്യ അരവിന്ദ് ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ K. ജയചന്ദ്രൻ സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ K. രാജി നന്ദിയും പറഞ്ഞു. അമ്മമാർ, PTA, മദർ PTA, SMC അംഗങ്ങൾ, വളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വയസ്സ് 90 കഴിഞ്ഞുവെങ്കിലും ഉദിനൂർ തെക്കുപുറത്തെ നാരായണേട്ടന് സൈക്കിളിനോടുള്ള പ്രണയത്തിന് ഇന്നും 16 ഈ കാഴ്ചയോടെ ഇന്നത്തെ KCN വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.